പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന്റെ രണ്ടാമത്തെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സി രാജഗോപാലാചാരി. 1907 സൂറത്ത് വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാഷ് ബിഹാരി ഘോഷ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമമാണ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ച വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സി ആണ് തെറ്റായിട്ടുള്ളത്. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്ക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് നാട്ടുരാജ്യത്തെയാണ് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജുനഗഡ്. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായാണ്. ISRO സ്ഥാപിതമായത് 1962 ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 ശരിയാണ്, 2 തെറ്റാണ്. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3 ശരിയായിട്ടുള്ളത്. കൽപ്പാക്കം തമിഴ്നാട്, കൈഗ കർണാടക, നറോറ ഗുജറാത്താണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. നറോറ ഉത്തർപ്രദേശ് ആണ്. ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആദ്യം പ്ലാൻ ഹോളിഡേ, രണ്ടാമത് 5ാം പഞ്ചവത്സര പദ്ധതി, മൂന്നാമത് റോളിംഗ് പ്ലാൻ പദ്ധതി, 4ാമത് വാർഷിക പദ്ധതി. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഏറ്റവും അധികം സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശ്. താഴെ പറയുന്നതിൽ പശ്ചിമതീര സമതലവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബന്ധമില്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിവ ഉൾക്കൊള്ളുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇത് 3 ശരിയാണ്. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിശാഖപട്ടണം. രാജസ്ഥാനിലെ ഖേത്രി ഖനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ചെമ്പ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദിഹാങ് ചുരം. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചാലിയാർ. കേരളത്തിലെ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്, കൊച്ചി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാമ്പാർ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈലന്റ് വാലി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു?
ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊച്ചി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത? ആൻസർ ഓപ്ഷൻ സി ആണ് ദാക്ഷായണി വേലായുധൻ. താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. 6 തരം മൗലിക അവകാശങ്ങളാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. മൗലികാവകാശം പരമാധികാരമല്ല, അവ വ്യവസ്ഥാ വിധേയമാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് എതിരെ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഓപ്ഷൻ സി പ്രൊഹിബിഷൻ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 42ാം ഭേദഗതി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1953. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരള സമുദായം? ആൻസർ ഓപ്ഷൻ സി ആണ് നമ്പൂതിരി. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാറൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുമാര ഗുരുദേവൻ. ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് TS ഹിച്ച്കോക്ക്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മൊയ്യാരത്ത് ശങ്കരൻ. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പുന്നപ്ര വയലാർ സമരം. കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേളികൊട്ട്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ടേബിൾ ടെന്നീസ്. മലയാളത്തിലെ എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയായ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരിയാണ്. ഗോവിന്ദ പിഷാരടി ചെറുകാട്, VV അയ്യപ്പൻ കോവിലൻ, P കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2 ശരി 1 തെറ്റാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളം കളിയാണ്. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഭാസ്കര 1. പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സാർക്കോമിയർ. സങ്കരയിനം വെണ്ട ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സൽകീർത്തി. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 ശരി 2 തെറ്റാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ചേരുംപടി ചേർക്കുക. വിറ്റാമിനും അതിന്റെ അപര്യാപ്തത രോഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിറ്റാമിൻ B1 ബെറിബെറി, വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഡി റിക്കറ്റ്സ്, വിറ്റാമിൻ B3 പെല്ലഗ്ര. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം? ആൻസർ ഓപ്ഷൻ സി ആണ് പ്ലൂറ. അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കുഷ്ഠം. വൃക്ക തകരാർ മൂലം മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സമാശ്വാസം.
കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം? ആൻസർ ഓപ്ഷൻ എ ആണ് പട്ടാമ്പി. താഴെ പറയുന്നത് നാടൻ നെല്ലിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തവളക്കണ്ണൻ. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആർദ്രം. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പ്രോട്ടീന്റെ കുറവാണ്. അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് വയനാട്. രക്തക്കുഴലുകൾ കൊഴുപ്പടിഞ്ഞ് അവയുടെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന അവസ്ഥ? ആൻസർ ഓപ്ഷൻ എ ആണ് അരിത്തോസ്ക്ലീറോസിസ്. മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ. തോറിയത്തിന്റെ അയിര്? ആൻസർ ഓപ്ഷൻ സി ആണ് മോണോസൈറ്റ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഐസോടോപ്പുകൾ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1, 2 ശരി, 3 തെറ്റാണ്. ആകാശ നീലിമയ്ക്കും ആഴക്കടലിന്റെ നീലിമയ്ക്കും കാരണം വിസരണമാണ്. ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് കൂടുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. വിസരണ നിരക്ക് ഏറ്റവും കൂടിയ നിറം ചുവപ്പെന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. വിസരണ നിരക്ക് ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ്. എന്നാൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറമാണ് ചുവപ്പ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗതികോർജം. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2023 ഏപ്രിൽ 25. നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേരളം. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ആൻസർ ഓപ്ഷൻ എ ആണ് കേരള സർവകലാശാല. തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ ദോസ്ത്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈദരാബാദ്. 2023 കർണാടകയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ സി ആണ് സിദ്ധരാമയ്യ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023? ആൻസർ ഓപ്ഷൻ ബി ആണ് ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാർ പോറ്റി ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത്? ആൻസർ ഓപ്ഷൻ എ ആണ് കാർട്ടൂൺ. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രളയ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2023 ജനുവരി 7. 108 അടി ഉയരമുള്ള ശങ്കരാചാര്യരുടെ പ്രതിമ അനാവരണം ചെയ്തത് എവിടെ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അരവിന്ദ് പനഗരിയ. 2023 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പോൾ ലിഞ്ച്. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഉപഗ്രഹം? ആൻസർ ഓപ്ഷൻ എ ആണ് ബിസാറ്റ്. ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള ബജറ്റ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വി സുനിൽകുമാർ. 2023 അടയാളം എന്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് എന്ന നേട്ടം കുറിച്ച ബാറ്ററാണ് വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി 20 മാത്സ് ഉൾപ്പെടെയുള്ള 20 ചോദ്യം, അങ്ങനെ 100 ചോദ്യങ്ങളുണ്ട്. അത് പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്